അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമില്ല. എന്നാൽ അത്ഭുതങ്ങളുടെ ദൈവം എന്ന ഒരു ദൈവമുണ്ട് എന്നൊരിക്കലൊരു ദൈവഭൃത്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ, നമ്മൾ പറയും ഒരു അത്ഭുതത്തിനൊരു സീസൺ വരുമെന്ന്. ഇല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിന് ഒരു സീസൺ ഉണ്ടെങ്കിലേ അത്ഭുതങ്ങൾക്കും സീസണുള്ളൂ. വിശ്വാസം അതൊരു സീസണിലുണ്ടാകുന്നതല്ല, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഉണ്ടാകുന്ന ഒരനുഭവമാണ് വിശ്വാസം. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? കേൾവിയാൽ, ദൈവവചന കേൾവിയാൽ, ക്രിസ്തുവിൻ്റെ വചനത്താൽ ഉണ്ടാകുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കാൻ ഒരു സീസൺ ഉണ്ടോ? ഇല്ല. ദൈവവചനം വായിക്കാൻ ഒരു സീസൺ ഉണ്ടോ? ഇല്ല. അത് എല്ലാ കാലത്തും തുടരുന്ന ഒന്നാണ്. അപ്പോൾ ദൈവത്തോട് അടുക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതത്തിന് എനിക്കും ഒരു അത്ഭുതത്തിൻ്റെ കാലമുണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വസിക്കുന്ന വ്യക്തിക്ക് അതൊരത്ഭുതമാണ്. വിശ്വസിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങൾ നടക്കേണ്ടത്. അതുകൊണ്ട് ഇനിയൊരു കാലഘട്ടത്തിന് വേണ്ടി ആരും കാത്തിരിക്കരുത് എന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തെളിയിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 1 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും, അടയാളങ്ങൾ വ്യാപരിക്കും. നമ്മളാണ് തീരുമാനിക്കുന്നത് അത്ഭുതം നടക്കണമോ അത്ഭുതം നടക്കാതിരിക്കണമോ. അത് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അതായത് യേശുക്രിസ്തുവിൽ ഒരാളാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകും. പുതിയ സൃഷ്ടിക്കൊരു കാലമില്ല. യേശുവിൽ ആര് ആയിത്തീരുന്നുവോ, അതിനൊരാൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നു, അന്ന് മുതൽ അവനൊരു പുതിയതാകുകയാണ്. പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞ് പകരുന്നത്. പുതിയ അനുഭവങ്ങൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മുടെ ഹൃദയം ഒരിക്കലും നാം കഠിനമാക്കരുത്. തുറക്കുക, സ്വീകരിക്കുക. നല്ല നിലത്തെ വിത്ത് പോലെ, ആ നല്ല നിലം പോലെ ദൈവവചനമെന്ന വിത്ത് വീഴത്തക്ക രീതിയിൽ വേഗത്തിൽ ഫലം കൊടുക്കുന്ന നല്ല നിലം പോലെ ആയിത്തീരാൻ യേശു സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മെ വിടുവിച്ച, നമ്മെ ഇവിടം വരെ എത്തിച്ച യേശുവിനെ ആരാധിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ,
രക്ഷയാൽ എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാൽ ലോകരക്ഷകൻ യേശുവിനാൽ നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാൽ ലോകരക്ഷകൻ യേശുവിനാൽ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ലാസറിനെ ഇല്ലാതെയാക്കാൻ പിശാച് നോക്കും. നമ്മുടെ ലാസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർപ്പിച്ച ചില അത്ഭുതങ്ങൾ, നമ്മുടെ അത്ഭുതങ്ങളെ, നമ്മളിലൂടെ വെളിപ്പെടുന്ന വലിയ സാക്ഷ്യങ്ങളെ ഇല്ലാതെയാക്കാൻ പിശാച് നോക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് യേശുവിനെ കാണാൻ മാത്രമല്ല ജനങ്ങൾ അവിടെ ഓടിക്കൂടിയത്, യേശു ഉയർപ്പിച്ച ആ ലാസറിനെ കൂടി കാണാനാണ്. ജനങ്ങളിങ്ങനെ ഓടിക്കൂടുന്നു. ലാസർ നിമിത്തം അനേകർ യേശുവിൽ വിശ്വസിച്ചു എന്നാണ് വായിക്കുന്നത്. ആ 11-ാം വാക്യത്തിൽ ഒക്കെ നമുക്കത് കാണാം. അവൻ ഹേതുവായി അനേകർ യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറിനെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ലാസർ നിമിത്തം അനേകർ യേശുവിനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ അത്ഭുതങ്ങൾ അനേകരെ വിശ്വാസവീരരാക്കി മാറ്റും. യേശു നിമിത്തം ഉണ്ടാകുന്ന അത്ഭുതങ്ങളെ അനേകർ കണ്ടിട്ട്, ഇപ്പോൾ ലാസറിനെ കണ്ടിട്ട് അനേകർ യേശുവിനെ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ വീട്ടിൽ യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ അനേകർക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ മരണം, വലിയ രോഗം, വലിയ തകർച്ച, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി മാറണം. ആ സമയത്ത് ആ വിഷയത്തിലൂടെ വലിയ ദൈവമഹത്വം ഉണ്ടാകും. അതായത് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാൽ ധൂളി നിന്നെ സ്തുതിക്കുമോ? ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ മരിച്ചു പോയാൽ പിന്നെ ആര് സ്തോത്രം പറയും? ഇതുപോലെ നമ്മൾ രോഗിയായി കിടന്നാൽ, നമ്മൾ സാമ്പത്തികമായി തകർന്നു കിടന്നാൽ, നമ്മുടെ വീട് കടക്കണി കിടന്നാൽ പിന്നെ എങ്ങനെ സ്തോത്രം പറയാൻ പറ്റും? നമ്മുടെ വിടുതൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ് ദൈവത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത്. ദാവീദ് പറഞ്ഞില്ലേ 1 ശമൂവേൽ 17, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. പത്രോസിന്റെ യാത്രകളിൽ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി
9-ാം അധ്യായത്തിൽ ഒരു ചരിത്രമുണ്ട്. അതെങ്ങനെയാണ്? 32 മുതൽ 9:32. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 വർഷമായി കിടക്കയിലായിരുന്ന ഐനിയാസ് എന്ന് പേരുള്ള മനുഷ്യനെ കണ്ടു. 1-ാം നൂറ്റാണ്ടിലാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ഇടയിൽ 8 വർഷമായിട്ട് രോഗിയായി കിടന്ന ഒരുവനുണ്ടായിരുന്നു. വിശുദ്ധന്മാരായിരുന്നത് കൊണ്ട് സൗഖ്യമാകണമെന്നില്ല. വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ളവരാണ്. വിശുദ്ധന്മാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ കിടക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിക്കുക. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ പത്രോസ് അവിടെ ചെന്നു. അവൻ 33-ാം വാക്യം, അവിടെ പക്ഷപാതം പിടിച്ച് 8 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഐനിയാസ് എന്ന് പേരുള്ളൊരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം, ഇന്ന് വരെയും പലരും നിനക്ക് കിടക്ക ഒരുക്കി തന്നു, ഇന്ന് നീ എഴുന്നേറ്റ് കിടക്ക വിരിക്കാൻ പറഞ്ഞു. ഉടനെ അവൻ ചാടി എഴുന്നേറ്റു. അവൻ രോഗിയാണ് എന്നുള്ള കാര്യം അവൻ മറന്നുപോയി. പത്രോസിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് ആ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇനി കിടക്കാൻ പറ്റത്തില്ലല്ലോ, 8 കൊല്ലം കിടന്നതല്ലേ, പിന്നെ അവന് കിടക്കാൻ പറ്റുന്നില്ല. അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്, അവൻ തുള്ളിച്ചാടുകയാണ്. അടുത്ത വാക്യം എങ്ങനെയാണ്? 35-ാം വാക്യം, ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലോട്ട് തിരിഞ്ഞു. എല്ലാവരും അവനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത്ഭുതങ്ങൾ, നമ്മൾ നിമിത്തമുണ്ടാകുന്ന വിടുതൽ, നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ, ഇത് കണ്ടിട്ട് ആയിരങ്ങൾ കർത്താവിലേക്ക് തിരിയണം. ലുദ്ദ, ഷാരോൻ 2 വലിയ പ്രദേശത്തുള്ളവരെല്ലാം യേശുവിലേക്ക് തിരിയാൻ ഒറ്റ അത്ഭുതം. അവിടെ കൺവെൻഷൻ നടത്തിയില്ല, ക്രൂസൈഡ് നടത്തിയില്ല. ജനങ്ങൾ ഈ ഒരു കാഴ്ചയാൽ സൗഖ്യമായി. ഇവിടെ നമ്മൾ വായിച്ചതും അത് തന്നെയാണ്. ഈ ലാസറിനെ കണ്ടിട്ട് ജനങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. അപ്പം നമ്മുടെ ലാസറിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ എഴുന്നേറ്റ ഐനിയാസിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം. ഈ ദിവസങ്ങളിൽ ഒരു വലിയൊരു ദാഹമായിരിക്കണം. കർത്താവേ, എന്നിലൂടെ ഐനിയാസുമാർ എഴുന്നേൽക്കണം. എന്നിലൂടെ പല പ്രദേശങ്ങളെ തൊടുന്ന ദൈവശക്തി വ്യാപരിക്കണം. എന്നിലൂടെ അസാധാരണ ദൈവമഹത്വം വെളിപ്പെടണം. ഇതൊരു ദൈവ പൈതൽ വലിയ ദാഹത്തോടെ, വലിയ പ്രാർത്ഥനയോടെ ഈ കാര്യം ചെയ്യണം. ദൈവത്തിന് വലിയ മഹത്വമുണ്ടാകാൻ നാം മുന്നോട്ട് ചുവടുകൾ വയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നമ്മിലൂടെ ദൈവപ്രവൃത്തി ഉണ്ടായേ മതിയാകും. നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ. എന്നാൽ 8 വർഷമായിട്ട് ഈ വിശുദ്ധന്മാരുടെ ഇടയിൽ കിടന്ന ഈ ഐനിയാസ്, അതൊരു ദൈവഹിതമായിട്ടായിരിക്കും ആ വിശുദ്ധന്മാർ വിചാരിച്ചത്. എന്നാൽ പത്രോസ് അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ചില പത്രോസുമാർ നമ്മിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഈ സീസണിൽ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കരുത്. പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള ചില ദൈവപ്രവർത്തികൾക്കായി ദൈവം നമ്മെ ഒന്ന് പിടിച്ച് കുലുക്കട്ടെ, ഒന്ന് ചലിപ്പിക്കട്ടെ എന്ന് നമുക്ക് വലിയ ഒരു ദാഹം വേണം. ബൈബിൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം അടിവരയിട്ട് കൈവച്ചിട്ട് വിശ്വസിക്കുകയും ആമേൻ പറയുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അത് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യണം. കർത്താവേ, എങ്ങനെ ഇത് നടക്കും? ഗിദെയോൻ പറഞ്ഞതുപോലെ ഒരു ദൂതൻ ഇറങ്ങി വന്നപ്പോൾ യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നടക്കും? മോശയുടെ കാലത്തും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അത്ഭുതങ്ങൾ എവിടെ? അങ്ങനൊരു ചോദ്യം ചോദിക്കുവാൻ നമ്മൾ സ്റ്റെപ്പ് വെക്കുമെങ്കിൽ പുറകെ വിടുതലുണ്ട്. എങ്ങനെ? മറ്റൊരു വാക്യം കൂടി പറഞ്ഞാൽ, ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്തിട്ട് യോർദാനിട്ട് അടിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഏലിയാവിൻ്റെ ദൈവം എവിടെ? അതായത് ഏലിയാവിനെ അത്ഭുതകരമായിട്ട് ഉപയോഗിച്ച ദൈവമേ
അല്ലാണ്ട് ആ പുതപ്പിലല്ല ശക്തി. ദൈവത്തിൻ്റെ ശക്തി ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവനിലൂടെ വ്യാപരിക്കുന്നതാണ്. അല്ലാണ്ട് ഒരു പുതപ്പ് കിട്ടിയെന്ന് കരുതി കണ്ടോടത്തൊക്കെ അടിച്ചാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പുതപ്പ് കിട്ടിയാൽ അത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് ആ പുതപ്പ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപ പ്രാപിച്ചവർക്ക് ദൈവം നിയോഗവും കൂടി കൊടുക്കും. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര നമ്മുടെ വീടുകളിൽ നടക്കണം. ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നാം പുറത്തു വരണം. എനിക്കറിയാവുന്ന എത്രയോ പേര്, എത്രയോ ദൈവദാസന്മാർ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കിടന്നവരുടെ വിടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. കടം കൊണ്ട് 2-3 കോടി കടം കൊണ്ട് നിൽക്കാൻ പറ്റാതെ ഒരു ചെറിയ ഒരു മാരുതി ഓമിനി വാനിൽ കുട്ടിക്കാനത്ത് നേരെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് കൊക്കെ, വലിയ മല. അതിൻ്റെ മുകളിൽ നിന്ന് ചാടിയാൽ പിന്നെ കിട്ടത്തില്ല. അവിടെ ചെന്ന് വാനിലിരിക്കുകയാണ് മരിക്കാൻ. ഇനി ഒരു 20 മീറ്ററും കൂടിയേ ഉള്ളൂ. മരിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടതുവശത്ത് കർത്താവ് വന്നിരുന്നു. നീ മരിക്കാനുള്ളവനല്ല, എൻ്റെ നാമത്തെ ഉയർത്താനുള്ളവൻ. അങ്ങനെ പറഞ്ഞ് ആ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം എതിർവശത്തെ ഒരു മലയെ നോക്കി അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. കടങ്ങളിൽ നിന്നൊക്കെ ദൈവം അദ്ദേഹത്തെ പുറത്തെടുത്തു. മാത്രമല്ല, അദ്ദേഹം നിമിത്തം 1000 കടക്കണിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അനേകരെ സൗഖ്യമാക്കി വിടുതൽ കൊടുത്ത് അസാധാരണമായി ലോക രാജ്യങ്ങളിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. ഒരാൾ വന്നിട്ട് ഒരു ആധാരം കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന്. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു വസ്തുവിൻ്റെ ആധാരം, ഇത് താങ്കൾക്ക് തരികയാണ്, ഈ പാസ്റ്റർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നീടാണ് അറിയുന്നത്, താൻ എവിടെ നിന്ന് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് നോക്കി കടന്നു പോകും. അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്തെ ഒരു മല കണ്ടോ, ആ മലയുടെ ആധാരമാണ്. താൻ വെറുതെ വിഷമിച്ച് നോക്കി കണ്ട ആധാരം ഇപ്പോൾ ദൈവം തനിക്ക് കൊടുത്തു. ഇത് ഞാൻ അറിയാൻ കാരണം, ഞാനൊരു ദിവസം നമ്മുടെ ചർച്ചിലുള്ള കുറച്ച് ലീഡേഴ്സ് എല്ലാവരും കൂടി കുട്ടിക്കാനത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വെറുതെ ദേവദാസനെ വിളിച്ചു, നിങ്ങൾക്ക് അവിടെ വല്ല സൗകര്യമോ സ്ഥലമോ ഉണ്ടോ, ഞങ്ങൾക്ക് പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കാനോ. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് അവിടെ ഒരു മലയുണ്ട്, അവിടെ ഒന്നും പണിതിട്ടില്ല, അതിങ്ങനെ കിട്ടിയതാണ്. ഞാൻ വെറുതെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ യേശു വന്ന് ഒരു വാക്ക് പറഞ്ഞ് അപ്രത്യക്ഷമായ സമയത്ത് 10 മിനിറ്റ് അവിടെ നോക്കി നിന്നപ്പോൾ ആ നോക്കിയ സ്ഥലം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നോക്കി കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞില്ലേ. ഇതുപോലെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് നോക്കുന്ന സ്ഥലങ്ങൾ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ തരുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നമ്മെ തിരിച്ചു പിടിക്കാൻ സഹായിക്കും. ദൈവത്തിൽ വിശ്വസിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അസാധാരണമായ വിടുതലുകളും സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ വീടുകളിൽ ആരംഭിക്കട്ടെ. ഇന്ന് ഇതൊക്കെ ദൈവഹിതമെന്ന് പറഞ്ഞ് അനേക ഐനിയാസുമാരുടെ ചുറ്റും വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തിയിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൈകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ വിശ്വാസമെല്ലാം ഒന്ന് ജ്വലിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന വീടുകളിലെല്ലാം അസാധാരണമായ അത്ഭുതം നടക്കട്ടെ. അവരുടെ ലാസർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അടുത്ത ദിവസത്തെ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് പ്രഭാതത്തിൽ
ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.